എന്തിനെങ്കിലും ഓടിയത്? എനിക്ക് വയ്യ, ഞാനിപ്പോ എന്ത് ചെയ്യും? ഇതിനാണോ താനിങ്ങനെ ബഹളം കൂട്ടുന്നത്? ജിമ്മിച്ച, ഞാൻ എന്താ ചെയ്യേണ്ടത്? കൂൾ ഡൗൺ നീന, കുഴപ്പമില്ലെന്നേ. മോളെ അടുത്ത് അലക്സിന്റെ അടുത്തല്ലേ, അവിടെ ട്രീസി ഇല്ലേ. വെരി സിമ്പിൾ. ജിമ്മിച്ചൻ ഇങ്ങനെ പറഞ്ഞാ മതി, ഞാൻ ഒറ്റയ്ക്ക്. ഡോണ്ട് വറി, യു ക്യാൻ മാനേജ് ഇറ്റ്. ഫ്രാക്ചർ ഒന്നുമില്ലല്ലോ? എനിക്കറിയില്ല. നീന, 1 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യേ. അലക്സ്, മോള്? അനൂസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. മുറിഞ്ഞാ കുറച്ച് ബ്ലഡ് വരില്ലേ, അത്രേ ഉള്ളൂ. ബിലീവ് മീ നീന, എന്തിനെങ്ങനെ ടെൻസ്റ്റപ്പ് ആവുന്നത്? കുറച്ചൊക്കെ ധൈര്യം വേണ്ടേ? അനു ഇപ്പൊ വരും. നീന, ഞാനൊരു സൈക്കാട്രിസ്റ്റ് ആയതുകൊണ്ട് പറയാണെന്ന് വിചാരിക്കരുത്. നീന പല കാര്യങ്ങളിലും ആവശ്യത്തിലധികം വറിയിടാവുന്നുണ്ട്. യെസ്, അതൊക്കെ ജിമ്മിച്ചിനെ കണ്ടു പഠിക്കേ. CS ടവർ താഴെ വീണെന്ന് പറഞ്ഞാലും അയാള് കുലുങ്ങേല, അയാള് ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കും. അലക്സ് ജിമ്മിച്ചനെ വിളിച്ചോ? പിന്നെ ജിമ്മിച്ചൻ ഇങ്ങോട്ട് വിളിച്ചിരുന്നു. നീന വരുമെന്നും വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണമെന്നും പറഞ്ഞു. അല്ലെങ്കിലും മിക്കവാറും അയാൾ എന്നെ വിളിക്കാറുണ്ട്. എന്നെ വിളിക്കാനേ മടിയുള്ളൂ. ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ പോലും കിട്ടില്ല. ഐ ഡോണ്ട് ബിലീവ് യു. ജസ്റ്റ് ഒരു ഫ്രണ്ടായ എന്നോട് ജിമ്മി ഇത്രയ്ക്കും കൃത്യമാണെങ്കിൽ. നോ അലക്സ്, ജിമ്മിച്ചന് സൗഹൃദങ്ങൾ വലുതാണ്. കുടുംബം എന്ന സങ്കല്പം ഒരുപക്ഷെ അത്രത്തോളം എത്തില്ല. ഹിസ് നോട്ട് എ ഫാമിലി മാൻ. ജിമ്മിച്ചൻ എന്തിനാ വിവാഹം കഴിച്ചെന്ന് വരെ ഞാൻ ചിന്തിക്കാറുണ്ട്. ഞാൻ എന്ത് പറഞ്ഞുതരാനാണ്? മറ്റാരെക്കാളും ജിമ്മിച്ചനെ നീനയ്ക്ക് നന്നായി അറിയാമല്ലോ. ജിമ്മിച്ചനില്ലാതെ നീനയ്ക്കും നീനയില്ലാതെ ജിമ്മിച്ചനും ജീവിക്കാൻ പറ്റുകയില്ലെന്നും എനിക്കറിയാം. ഇതിലെ ബേസിക് പ്രോബ്ലം എന്താന്ന് വെച്ചാ, അയാളുടെ ജീവിതം വളരെ ഫാസ്റ്റാണ്. അതിനോടൊപ്പം നമ്മളെയൊക്കെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുമുണ്ടയാൾ. പക്ഷേ നീനയ്ക്ക് വേണ്ട അലക്സ്, സുഹൃത്തിനെ ന്യായീകരിച്ച് നിങ്ങളൊക്കെ സംസാരിക്കൂ. ഒരു കാര്യമേ എനിക്കറിയൂ, കുഞ്ഞിന്റെ ബർത്ത്ഡേക്കോ വന്നില്ല. അവൾക്കൊരാപത്ത് വന്നുവെന്ന് അറിയിച്ചിട്ടും ജിമ്മിച്ചൻ വന്നില്ല. എന്തെല്ലാം തിരക്കരുടെ പേരിൽ അതിനെ ന്യായീകരിച്ചാലും എന്റെ മനസ്സ് അത് അംഗീകരിക്കത്തില്ല. ഞാൻ ജിമ്മിച്ചിനെ കോണ്ടാക്ട് ചെയ്യാം. എത്രയും പെട്ടെന്ന് വരാനും പറയാം. അതിന് വിളിച്ചാ കിട്ടില്ലല്ലോ ഈ പഹ്യനെ. നീന, സി നീന, ഷീസ് ഫൈൻ. നാളെ സൗകര്യം പോലെ ക്ലിനിക്കിലേക്ക് കൊണ്ടുപോരെ. വേദന ഉണ്ടെങ്കിൽ കുറച്ച് ടൈലനോൾ കൊടുത്താൽ മതി. താങ്ക്സ് ട്രീസ. മോളെ, സേ താങ്ക്സ് ടു ആന്റി. താങ്ക് യു ആന്റി. ഞാൻ ജിമ്മിച്ചിനെ വിളിച്ചോളാം. ടേക്ക് ഇറ്റ് ഈസി. ഇവക്കൊന്നും ഇല്ലെന്നേ. ബൈ. അനുവിന് വേദനിക്കുന്നുണ്ടോ? കുറച്ച്. മമ്മ, you frightened, right? I'm okay now. Where's Appa? എന്തിനാ? ചുമ്മാ. അപ്പ ഒരുപാട് തിരക്കുള്ള ആളല്ലേ. എപ്പോഴും വീട്ടിൽ ഇരിക്കാൻ പറ്റുമോ? സമയം കിട്ടുമ്പോ വരുമായിരിക്കും. ഓക്കേ. If Appa comes, എനിക്ക് വേദനിക്കുന്നു പറയായിരുന്നു. മോക്കും അമ്മയില്ലേ കൂടെ? I know. മമ്മയല്ലേ എന്നെ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയേ. Don't worry മോളെ, മമ്മ will always be with you, okay? മമ്മ, ഞാനൊന്ന് അപ്പയെ വിളിച്ചോട്ടെ? മോളുടെ അപ്പയുടെ ഫോൺ എപ്പോഴും ബിസിയാ.
ഹായ് നീന. ഹാ, ഉറങ്ങിയോടാ? എങ്ങനെ ഉറങ്ങാനാ? Is it Appa? ഉം. മോളെവിടെ? കാത്തിരുന്ന് ഉറങ്ങാൻ കിടന്നു. പാവം, കൊറേ ട്രൈ ചെയ്തു അപ്പയെ വിളിക്കാൻ. എവിടെ കിട്ടാൻ? കഷ്ടമായി പോയല്ലോ. തിരക്കിനിടയിൽ വിളിക്കാൻ പറ്റിയില്ല. അത്രയ്ക്ക് അത്യാവശ്യമൊന്നും ഇല്ലല്ലോ ഇവിടെ. പിണങ്ങാതെ കുട്ടാ. ഫോൺ മോളുടെ കയ്യിൽ നിന്ന് കൊടുത്തേ. ഓക്കെ. അനു, ദാ അപ്പ. അപ്പ, സോറിയടാ. നിനക്ക് എന്നതാടാ പറ്റിയേ? ഞാൻ സ്റ്റെയർകേസിൽ വീണു. ഒരുപാട് ബ്ലഡ് വന്നു. മമ്മ പേടിച്ചു പോയി. പാവം അമ്മ. അനുക്കുട്ടൻ പേടിച്ചോ? Yeah. When are you coming, Appa? ഉടനെ ഇപ്പൊ വരാം. എന്ന് വെച്ചാൽ അപ്പ ഫാസ്റ്റ് ആയിട്ട് എത്തില്ലേ? when? അത് മോൾ ഇപ്പൊ ഉറങ്ങുന്നു, മോർണിംഗിൽ ഉണരുന്നു, അപ്പ അടുത്തുണ്ട്. ഓക്കേ? Okay. ഗുഡ് നൈറ്റ് അനു. Good night, Appa. ആ, ഫോൺ മമ്മാടെ കൊടുത്തേ. ആ നീന, ഒരു സെക്കൻഡ് മോളെ. ആര് വിളിക്കുന്നു നോക്കട്ടെ. ഓ, ഞാനൊന്ന് പിന്നെ വിളിക്കാം. ഓക്കെ? നിനക്ക് എന്നെ ഒന്ന് ഫോൺ ചെയ്തു കൂടായിരുന്നോ? ജിമ്മിച്ചൻ വിളിച്ചപ്പോഴാണ് ഞാൻ വിവരം അറിയുന്നത്. എന്നിട്ട് മോളെന്തേ? ക്ഷീണം ഉണ്ടെന്ന് തോന്നുന്നു. ഉറങ്ങുക. രാവിലെ എത്താന്ന് അപ്പ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഏർലി മോർണിംഗ് ഏത് ദിവസമാണോ എന്തോ. ഇന്ന് തന്നെ വേണമെന്നില്ലല്ലോ, ചിമ്മിച്ചന്റെ സ്വഭാവം വെച്ചിട്ട്. Good morning, uncle. ഗുഡ് മോർണിംഗ് മോളെ. വാ 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 വാ. അയ്യോ, എന്തു പറ്റിയടാ? ദേ, ആ? നല്ല വേദനയുണ്ട്. ഓ, Did you see Appa? ഇല്ലല്ലോ മോളെ. ആ, എന്നിട്ട് ട്രീസി എന്ത് പറഞ്ഞു? പേടിച്ച പോലൊന്നുമില്ല, അവള് ഡ്രസ് ചെയ്തു. രാവിലെ ജിമ്മിച്ചൻ വിളിച്ച് വിവരം പറഞ്ഞപ്പോ ഞാനങ്ങ് പേടിച്ചു പോയി. കൊച്ചിന്റെ അപ്പനില്ലാത്ത ടെൻഷൻ ടോണിച്ചൻ എന്തിനാ? ആ, അളിയനെ പോരും. എപ്പോഴെങ്കിലും വരുമായിരിക്കും. നീ എന്താ ഇങ്ങനെ ഒരുമാതിരി? പിന്നെ ഞാൻ എങ്ങനെയാ പറയേണ്ടത്? ഒരുപാട് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ. നിങ്ങൾ രണ്ടും ഇങ്ങനെ രണ്ടു വഴിക്ക് പോയാ ചുമ്മാതെ ടെൻഷൻ അടിച്ച് ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ വേണ്ടേ? എല്ലാം അവസാനിക്കുമ്പോ പ്രശ്നങ്ങളും തീരും. വാട്ട് ഡു യു മീൻ? എന്നതാ ടോണിച്ച ഇത്? ഒന്നും മിണ്ടാതിരിക്കുന്നേ. നീനെ സമാധാനിപ്പിക്കുന്നതിന് പകരം. അവൾ എത്ര നിസാരമായിട്ടാ പറയുന്നത് നോക്കിയേ. എല്ലാം ശരിയാവുന്നേ. നീനെ സമാധാനായിട്ടിരിക്കെ. അത്രയ്ക്ക് മടുത്തു. പണം കൊണ്ട് മാത്രം സന്തോഷമുള്ള ഒരു ജീവിതം ഒരാൾക്കും ഉണ്ടാവില്ല. കുടുംബമെന്ന സങ്കല്പം. ഞാനൊന്നും പറയുന്നില്ല. ടോണി ചായൻ ജിമ്മിച്ചനെ ന്യായീകരിക്കേ ഉള്ളൂ. നിങ്ങൾ പുരുഷന്മാർക്ക് സ്ത്രീയുടെ മനസ്സ് കാണാൻ പറ്റില്ല. നീനമോളെ, നമ്മളിപ്പോ കാഞ്ഞിരപ്പള്ളിയിലെ എസ്റ്റേറ്റ് ബംഗ്ലാവിലല്ല, ഇത് അമേരിക്കയാണ്. ഒഴുക്കിനൊത്ത് നീന്തിയില്ലെങ്കിലേ നീ ഒറ്റപ്പെട്ടു പോകും. ജിമ്മിച്ചൻ ഒരുപാട് കഴിവുള്ള വ്യക്തിയാ. പുള്ളിക്കാരനത് പൂർണ്ണമായിട്ട് വിനിയോഗിക്കുകയും ചെയ്യും. അതിനിടയിൽ ചിലപ്പോ സമയം കിട്ടിയില്ലെന്ന് വരും. എന്തിന്? ഈ സൈക്കോളജിയാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതെല്ലാം ആർക്കു വേണ്ടി? എനിക്കും മോൾക്കും വേണ്ടത് ജിമ്മിച്ചന്റെ ഡോളേഴ്സ് അല്ല. ആ സ്നേഹമാണ്, ആ കമ്പാനിയൻഷിപ്പ്, ആ സപ്പോർട്ട്. ഇറ്റ് കൗണ്ട്സ് എ ലോട്ട്. നീന, അത് നോ, എനിക്കൊന്നും കേൾക്കണ്ട. അസോസിയേഷനും ക്ലബും നാടകവും ഒക്കെ കൊണ്ട് നടക്കുന്ന ടോണിച്ചന് ഇതൊന്നും മനസ്സിലാവത്തില്ല. ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഓക്കെ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. ഞങ്ങളിപ്പോ തന്നെ ഇറങ്ങാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാൻ. വേണ്ട വേണ്ട മോളെ, അങ്ങൾ ഇറങ്ങാടാ. സാരമില്ല നീന, ഞാൻ Bye. പോയിട്ട് വരാം. ബൈ. Bye, Auntie.